ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ തലേന്നത്തെയും അന്നത്തെയും പിറ്റേന്നത്തെയും ഒക്കെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിടൽ പ്രഹസനത്തിന് ഇരുന്നതാണ്, പക്ഷേ മൈലാഞ്ചിടലൊന്നും നടന്നിട്ടില്ല കേട്ടോ. സിനിമോന് അയക്കാത്തതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ എക്സ്റ്റൻഷൻ വെച്ചോ എങ്ങനെ ഉണ്ട് എന്നൊക്കെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിനി. അപ്പോൾ എക്സ്റ്റൻഷൻ വെച്ചു കേട്ടോ. അടിപൊളിയാണ്. ഇതിൽ 3 മോഡുകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ഇതാ ഇതേപോലെ വെള്ളം വരുന്നത്, പിന്നെ ഇതേപോലെ വരുന്നത്, പിന്നെ നല്ല പോലെ പ്രഷറിൽ വരുന്നത്. നമുക്കിങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ കിഴുകാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെയും വരും കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റും. നല്ല അടിപൊളിയായി തോന്നിയിട്ടോ എനിക്ക്. ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതേനി കേട്ടോ. 245 രൂപക്കാണ് ഈ എക്സ്റ്റൻഷൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടോ. നടുക്കൊക്കെ ഇങ്ങനെ വെള്ളം വരും. ഈ ഒരു ഷവറിൽ വരുമ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് കഴുകാനൊക്കെ കുറച്ചുകൂടി ഈസി ഈ ഒരു രീതിയിൽ വെള്ളം വരുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ നിന്നപ്പോഴത്തേനാണ് സെനിമോനെ ആകെ അലമ്പാക്കിയത്. പിന്നെ ഓല് ഇവിടെ അയലക്കത്തെ കുട്ടീനെ കൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് മൈലാഞ്ചിക്ക് ഇട്ട് നല്ല അടിപൊളിയാക്കി ഒക്കെ വന്നിട്ടുണ്ടായിനി കേട്ടോ. ഇത് തലേ ദിവസം ഒരു ഉച്ചരയൊക്കെ ആ ഒരു സമയത്താണ് കേട്ടോ ഇവര് പോയിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടത്. വൈകുന്നേരം ആകുമ്പോഴത്തേനൊക്കെ ഉണങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് ഇട്ടതേനി കേട്ടോ. അപ്പം അതാ രണ്ടാളും കയ്യുമലൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് നല്ല ഉഷാറിൽ തന്നെ ഇട്ടിക്കണം കേട്ടോ. ഞാനാണെങ്കിൽ ഇത്ര അടിപൊളിയായിട്ടൊന്നും എനിക്ക് ഇടാൻ അറിയൂല കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ ചിക്കന് കൊണ്ടുവന്നിട്ടുണ്ടായിട്ടോ കുഞ്ഞുട്ടി. പണി കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിനി. പിന്നെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നിയമങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ സെനിമോന്റെ കച്ചേരി നടക്കുന്നതുകൊണ്ട് ഓള് പറയുന്നത് വല്ലാതൊന്നും കേൾക്കണുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂട്ടാക്കിയത്. ഓള് പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ ഉള്ളിയേരിയാണ്, അങ്ങനെ ഓരോ പണികൾ എടുക്കുന്നു എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പൊ വെളിച്ചെണ്ണ ബോട്ടിലിനെ കുറിച്ച് പിന്നെയും കുറേ ആളുകൾക്ക് സംശയം, ഇത് പൊട്ടണതാണോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ പൊട്ടണ കുപ്പിയാണ് കേട്ടോ അത്. പിന്നെ വാഷറിന്റെ കാര്യമാണ് ഏറെ കുറെ സംശയം. ഇതാ കണ്ടോ, നമ്മള് അല്ലെങ്കിൽ എണ്ണക്കുപ്പിന്റെ ഒക്കെ അടപ്പ് എങ്ങനെയാകാരം ആകെ എണ്ണയിൽ കുളിച്ചിട്ടുള്ള കാരം. ഇത് കണ്ടോ, ഈ വാഷറിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി ഭാഗം കണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇത് നല്ല ടൈറ്റ് ആയിട്ടാണ് കേട്ടോ ആ കുപ്പിക്ക് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് ലീക്ക് ആവണില്ല, ഒലിച്ചിറങ്ങുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഈ ഒരു ഹോളിന്റെ ഉള്ളിൽ കൂടെ ഉള്ളൂ ഇത് വരാം, നമുക്ക് എണ്ണ വരാം. അപ്പൊ കണ്ടോ, പിന്നെ ഈ അടപ്പ് പെട്ടെന്ന് കേടുവരും എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലർ പറഞ്ഞു കുറേ കാലം നിൽക്കും ചെയ്യും എന്നുള്ളത്. ഇനിയിപ്പോൾ കേട് വന്നാൽ തന്നെ അടപ്പ് മാത്രമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് അങ്ങനെ മീഷോന്നും ഫ്ലിപ്പിന്നും ഒക്കെ വാങ്ങാനും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, കുറേ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും കുറേ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായി കേട്ടോ. അപ്പൊ നമ്മളെ വെളിച്ചെണ്ണ കുപ്പി വെളിച്ചെണ്ണൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. ഇതിനൊരു കാഹളം മരക്കത്തെ സാധനമൊക്കെ ഉണ്ട് കേട്ടോ വെച്ചുകാണ്ട് ഒഴിക്കാനൊക്കെ ഉള്ളത്. പക്ഷെ ഞാനതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഒരു സാധനം കൂടി വരുന്നുണ്ട്. അങ്ങനെ സെറ്റ് ആയിട്ടാണ് കേട്ടോ ഈ 2 കുപ്പിയും ആ ഒരു ഇതും ആയിട്ടാണ് വന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളെ വെളിച്ചെണ്ണ ഫില്ലാക്കലൊക്കെ കഴിഞ്ഞ് ഇനി നാളേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഒന്ന് ചെയ്തെക്കാന്ന് വിചാരിച്ചു. നമുക്കുള്ള ബിരിയാണിക്കുള്ള സവോള, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് എല്ലാതും ഒന്ന് റെഡി ആക്കി വെക്കണം. പിന്നെ മല്ലിച്ചപ്പും പുതിനയൊക്കെ ഒന്ന് ഞാൻ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തെക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ബിരിയാണി ഉണ്ടാക്കാമല്ലോ. അപ്പൊ ഈ ബിരിയാണി ഉണ്ടാക്കണ ബിരിയാണി അല്ല, അതിന്റെ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കണ വരെ ഇവിടെ മക്കള് നല്ല കളിയിലാണ് കേട്ടോ. എന്താ ജനമോന് പുതിയ കുത്തിമറിച്ചിലും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണ കേട്ടോ. ഇവര് രണ്ടാളും അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വെള്ളം തൊലി കളഞ്ഞ് കഴുകി പിന്നെ ഞാൻ ഓട്ടപാത്രത്തിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞങ്ങാണ്ട് അങ്ങനെ എടുത്ത് വെക്കണം കേട്ടോ. പിന്നെ ഒന്നും അരിയണം ചതക്കണമൊന്നുമില്ല. അപ്പം നമ്മൾ കേട് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുക, പിന്നെ സവാള അരിയുക, തക്കാളി അരിയുക, അങ്ങനെയുള്ള പണികളൊക്കെ രാവിലെ. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ഞാനൊന്ന് മസാല വരട്ടിക്കാണ്ട് വെക്കണം കേട്ടോ. ഇത് അതേപോലെ തന്നെ കഴുകി വെള്ളം ഒന്ന് വാർന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ മസാല വരട്ടുന്നത്. എന്നിട്ട് രാവിലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ആണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെയും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത്.
അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ പെരുന്നാൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരിത്തിരി സ്പെഷ്യലായിട്ട് നിന്നോട്ടെ. അപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു മസാലയൊക്കെ ഒന്ന് പറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വെല്ലം അടച്ചിട്ട് ഫ്രിഡ്ജിക്ക് മാറ്റിയേക്കും. അങ്ങനെ സെനിമോന് ചോറ് കൊടുക്കണം കേട്ടോ. ഞാനും സെനിമോനും കൂടിയിട്ടാണ് ചോറ് തിന്നണത്. ഈ നിറച്ചെടുത്തിക്കണത് കൈപ്പങ്ങ ഉപ്പേരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൈപ്പങ്ങ ഉപ്പേരിയും മുട്ട പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ ഒന്ന് ചോറിനുള്ള കൂട്ടാൻ. പിന്നെ വെണ്ടക്ക കറിയൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് ഉപ്പേരി കണ്ടപ്പോൾ ഉപ്പേരി മാത്രം മതി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കൈപ്പങ്ങ ഉപ്പേരി സെനിമോനെ വായിലിട്ട് കൊടുത്തപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻസ് ആണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രസല്ലേ? അങ്ങനെ പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നീട് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിറ്റേന്ന് രാവിലെ എണീച്ചു. നമ്മുടെ ഇൻഡസ് വാലിൻ്റെ പാത്രമൊക്കെ ഞാൻ തപ്പിത്തെരഞ്ഞ് എടുത്തുകള്. എന്നിട്ട് നമുക്ക് ഇതിലാണ് മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യണതും. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എന്നിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് പൊരിച്ചെടുക്കുക. ഭയങ്കര ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ തന്നെ ഇങ്ങനെ മസാല വരട്ടിയാൽ മതിയല്ലോ. അപ്പോൾ 2 in 1 ആണ്. പാത്രം കുറഞ്ഞിട്ടും എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോഴത്തേന് വേഗം സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കട്ടെ കേട്ടോ. പിന്നെ ഞാൻ സവാള തലേ ദിവസം തന്നെ അരിഞ്ഞ് വെക്കാൻ എന്താ വെച്ചാൽ ഇപ്പോൾ കേട് വരുമോ, വൈകുന്നേരം വരെയൊക്കെ വെക്കേണ്ടി വരുമല്ലോ നമുക്ക് ബിരിയാണി. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോഴും കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ പിന്നെ കേടരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ അരിയിലും മുറിച്ചിലൊക്കെ എടുത്തത് കേട്ടോ. അപ്പം ഞാൻ വേഗം ഫ്രൈ ആക്കിയൊക്കെ എടുത്തിട്ട് അതിൽ തന്നെ വേഗം മസാല വരട്ടാണ് കേട്ടോ. ഞാൻ അത്യാവശ്യം എല്ലാ സ്പൈസസും ചേർത്ത് ചിക്കൻ മസാലയും ബിരിയാണി മസാലയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കുറച്ചൊരു എരിവിൽ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുക. തീരെ എരിവില്ലാതെ അങ്ങനെ ഒരു രീതിയിൽ അല്ല കേട്ടോ. ഒരു അടുപ്പത്ത് മസാലയും അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ മറ്റേ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടോ. കറിവേപ്പില പറിക്കാനാണ് കേട്ടോ ഈ പോണത്. ഇപ്പോൾ കറിവേപ്പില പറിച്ചുകൊണ്ടത് വളരെ കുറവാണ് കേട്ടോ. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോയി പറിക്കാനുള്ള മടിയുണ്ട്. മറ്റേത് നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് മണ്ടലല്ലേ കറിവേപ്പില പറിച്ചുകൊണ്ടിരാൻ. അപ്പം ഞാൻ കറിവേപ്പിലൊക്കെ പോയിട്ട് ടോർച്ചൊക്കെ എടുത്ത് പോയിട്ട് പറിച്ചുകൊണ്ട് നിൽക്കണേ കേട്ടോ. സമയം ഒരു 6 മണി 6:30 കഴിഞ്ഞിരിക്കണം കേട്ടോ ആ ഒരു സമയത്ത്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ തീരെ വെളിച്ചം വെക്കാത്ത പോലെയൊക്കെ തോന്നുന്നതാണ്. കുറച്ചൊക്കെ ഒന്ന് വെളിച്ചം വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെ മല്ലിയിലയും ചിക്കനൊക്കെ ഇട്ട് അതൊന്ന് മസാല സെറ്റാക്കി വെച്ചിട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് തീ കത്തിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം തലേന്നൊരു മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് കത്തി കിട്ടാൻ ചിലപ്പോൾ പണിയേക്കാരം. അപ്പോൾ പിന്നെ രാവിലെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസുമ്മ തന്നെ ബിരിയാണി സെറ്റാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കലത്തിൽ ഞാൻ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ദമ്മിടൽ നടത്തുകയാണ് കേട്ടോ. നമ്മൾ അരി വേവിച്ച ആ കലത്തിൽ തന്നെയാണ് കേട്ടോ ദമ്മിടൽ നടത്തുന്നത്. പാത്രം ലാഭിക്കാലോ. പിന്നെ ഞാനൊരിത്തിരി മുളക് പൊടിയല്ല മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് ചോറിനൊരു മഞ്ഞ കളർ വന്നത്. അപ്പം ഞാൻ ദമ്മിടാണ് കേട്ടോ. ഞാൻ ഗ്യാസുമ്മ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പുറത്തെ അടുപ്പത്ത് ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പം പെരുന്നാൾ ദിവസങ്ങളിൽ അങ്ങനെ അങ്ങോട്ട് ചായക്ക് വലിയ കടിയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ ഞാൻ. കാരണം ബിരിയാണിയാ ഇനിയിപ്പോൾ നെയ്ച്ചോറാ എന്താണെങ്കിലും കുത്തു കഴിഞ്ഞ് വന്നാൽ അതാണ് കേട്ടോ കഴിക്കുക. പിന്നെ രാവിലെ ആ സമയത്തൊന്നും ആരും ഒന്നും കഴിച്ചുകൊണ്ടൊന്നും പോകലില്ല കേട്ടോ പള്ളിക്ക് പോകുന്ന സമയത്ത്. അപ്പം ഞാൻ ചെറിയ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കുള്ളൂ. ഇന്നിപ്പോൾ എന്താ പറഞ്ഞു ബ്രെഡ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള പരിപാടികളെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പം അതന്നെ ചിലപ്പോൾ ഉണ്ടാക്കി ആരും കഴിക്കൊന്നുമില്ല. ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോയിട്ട് പിന്നെ കഴിഞ്ഞ് വന്നിട്ട് ഇതാണ് കേട്ടോ ബിരിയാണിയാണ് തിന്നാം. അപ്പം ഞാൻ മസാലയിൽ നിന്ന് ഒരു കഷ്ണം ഇസ്കിയതാണ് കേട്ടോ. അപ്പം അതും കൂട്ടിയിട്ട് ബ്രെഡ് കഴിച്ചു. അത് കണ്ടപ്പോൾ അജി ചോദിക്കേന് എന്താ വന്ന് സാൻഡ്വിച്ച് ആയിട്ടാണോ എന്നുള്ള ചോദിക്കേന് കേട്ടോ. രാവിലെ ഒന്ന് നേരത്തെ എണീച്ച് ഒരുങ്ങിയതുകൊണ്ട് തന്നെ വേഗം പണികളൊക്കെ തീർന്നിട്ടുണ്ടേനി കേട്ടോ. അലക്കലും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടേനി. പിന്നെ കുളിയൊന്നും നടന്നിട്ടില്ല കേട്ടോ. അതിന് മുന്നേ തന്നെ നിയമക്ക് വിശക്കണുണ്ട്, എനിക്ക് ബിരിയാണി വേണോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗം തൈരൊക്കെ ഒന്ന് സെറ്റാക്കി ദമ്മൊക്കെ പൊട്ടിച്ച് വിളമ്പി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടേനു. പിന്നെ ആദ്യം മസാല ഉണ്ടാക്കിയില്ലേ ആ പാത്രത്തേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടേനി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ കുടുക്കിയൊക്കെ അങ്ങോട്ട് കേക്ക് വൃത്തിയാക്കി വെച്ചു. എന്നാൽ പിന്നെ വൈകുന്നേരം നമുക്ക് പോകാൻ സമയത്ത് വലിയ പണി ഉണ്ടാവില്ലല്ലോ. വലിയ കുടുക്കിയൊക്കെ ആ സമയത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങേറല്ലേ.
പിന്നെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടേനി കേട്ടോ. നമ്മളെ കുടിരിക്കലിനെ കൊണ്ടുവന്നതിന്റെ ബാക്കി കുറച്ചുണ്ടേനി. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്തു, അയിലാണ് കേട്ടോ വളമ്പി കൊടുത്തത്. എല്ലാവർക്കും അതിൽ തന്നെയാണ് വളമ്പി കൊടുത്തത്. എന്നാ പിന്നെ പാത്രം കഴുകല് നമുക്ക് ലാഭമാവുമല്ലോ. എന്നും ഇത് കഴുകൽ തന്നെയല്ലേ പണി. പിന്നെ പെരുന്നാളിന്റെ അന്നും നമ്മൾ ഈ പുതിയ ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ കഴുകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പ്ലേറ്റ് വാങ്ങിച്ചാൽ മതിയില്ലേ. ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ എന്നാ പിന്നെ നമുക്ക് സുഖമാണ്. പാത്രം കഴുകല് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പിന്നെ ഞാൻ സല്ലാസ് ഉണ്ടാക്കീനു. പിന്നെ ഈത്തപ്പഴ അച്ചാർ ഉണ്ടായിരുന്നു. അത് നമ്മളെ കുടിയിരിക്കലിന് കൊണ്ടുവന്നതിന്റെ ബാക്കി ഉണ്ടായിനി കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് നല്ല ചിക്കനൊക്കെ പൊരിച്ച് അടിപൊളി ബിരിയാണി കഴിഞ്ഞിട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടേനി. കുഞ്ഞുട്ടി തന്നെ 2-3 പ്രാവശ്യമൊക്കെ കഴിച്ചിട്ടുണ്ടേനി. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞപ്പോൾ പിന്നെന്താ, പിന്നെ ഒരു ഉറക്കം പാസ്സാക്കണം എന്ന് ഇങ്ങനെ ഒരു തോന്നല്. അതിൽ പിന്നെ വെല്ലെ കടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 12 മണിക്ക് കടന്ന് ഒരു 1 മണിയാണ് പെരുന്നാളാകുമ്പോൾ പിന്നെ കുറേ സമയം ഇങ്ങോട്ട് ഉറങ്ങാനും പറ്റൂലല്ലോ. ആരെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരൂലേ. അങ്ങനെ പിന്നെ ഒരു 1 മണിയൊക്കെ ആയ സമയത്ത് ഞാൻ എണീച്ചിട്ടുണ്ടായി കേട്ടോ. എങ്ങോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ മുത്തച്ഛന്മാരെ വരി കൂടിയും ഒക്കെ ഒന്ന് പോയി വരലുണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് ചെറിയനാക്കന്നെ അങ്ങനെ ഒരു പണി കിട്ടിയതാണ്. ആ വെയിലും കൊണ്ട് എല്ലായിടത്തു കൂടിയും പോയിട്ടോ. പക്ഷേ പിറ്റേ ദിവസം തുമ്മല്, ജലദോഷം, പനി എന്നൊക്കെ പറഞ്ഞിട്ടേ നല്ല വെയിലും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ വെയിലാറിയിട്ട് ഇറങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് എങ്ങോട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്ന പോലെയൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മൂത്തച്ചി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൽക്കൊന്നും വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത പോലെയാണ്. അപ്പം പിന്നെ ഞാൻ ആരും നിർബന്ധിച്ച് വീഡിയോയിൽ കൊണ്ടുവരില്ല കേട്ടോ. അപ്പം ഓലൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അജുവിൻ്റെ കൂട്ടുകാർ വന്നിട്ടുണ്ടായിനി. അപ്പം അങ്ങനെ ഓൽക്കും ഫുഡൊക്കെ വിളമ്പി കൊടുത്തു. അജുവാണ് സപ്ലൈ ചെയ്യുന്ന ആൾ കേട്ടോ. തൈരും അച്ചാറും ഒക്കെ കൊടുത്തത് അജുക്കുട്ടനാണ്. പിന്നെ ഇപ്രാവശ്യം ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെറിയ നാക്കത്തെ ഡ്രസ്സ് തന്നെയാണ് വലിയ നാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഡ്രസ്സൊന്നും കാണിച്ചു തരാഞ്ഞ്. പിന്നെ മൂത്തജി താത്താന്റെ വീട്ടിൽ പോയിട്ട് പായസം കുടിച്ചു കേട്ടോ. താത്ത എല്ലാ പെരുന്നാക്കും പായസം ഉണ്ടാക്കലുണ്ട്. നേരത്തെ ചെല്ലലുണ്ട് കേട്ടോ. ഞാൻ പായസം വയറ് നിറച്ച് കുടിക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ചെന്നത് ഇറച്ചിയൊക്കെ വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് വൈകിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പായസം ഏകദേശം തീരുമാനമായിട്ടുണ്ടെങ്കിൽ പിന്നെ പൂതിക്കൊരു ഗ്ലാസ് കിട്ടി. ആ ഗ്ലാസ്സിൽ പായസം കുടിച്ച് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. സമയം വൈകുന്നേരം ആവാനായിന്. ഞങ്ങളൊരു 6 മണി ആ ഒരു സമയത്തൊക്കെയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ പച്ചപ്പും ഹരിതാപവും കാടും പടലൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ വീട് വരുന്നത്. അപ്പൊ അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോൾ അവിടെ സേമിയ പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറയുമ്പോൾ ഉമ്മ പായസം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അയലക്കത്തെ താത്ത കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു കേട്ടോ പായസം. സേമിയ പായസം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ പായസത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു. എനിക്ക് അരിപ്പായസത്തിനോടാണ് കേട്ടോ ഭയങ്കര കമ്പം, ഭയങ്കര ഇഷ്ടമാണ്. നാത്തൂന് പായസം കിട്ടാത്തതിന്റെ വിഷമത്തിൽ നാത്തൂന് കൊണ്ടുവന്നതാണ് എന്ന് പറയലമ്മ പായസം. അങ്ങനെ ഞാൻ മനസ്സ് കണ്ടത് മാനത്ത് കണ്ടു എന്ന് പറഞ്ഞ മാതിരി എൻ്റെ നാത്തൂന് വന്നപ്പോൾ പായസം ആയിട്ടുണ്ട് വരുന്നത്. അവളൊരു കുടുക്ക പായസം ആയിട്ടാണ് കേട്ടോ അവളെ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഓളെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേന് തിരിച്ചു വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അവിടെ അരിപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിനി. പറഞ്ഞത് ഇതാ ഇത്രയും പായസം കൊണ്ടുവന്നിട്ടുണ്ടായിനി കേട്ടോ. ഭയങ്കര സന്തോഷമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അരിപ്പായസം. അപ്പം ആ പായസം കണ്ടോടുകൂടി ഞാൻ അങ്ങോട്ട് കൃതാർത്ഥിയായി. ഒരു 3 ഗ്ലാസ് ഒറ്റയടിക്ക് അങ്ങോട്ട് കുടിച്ചു കേട്ടോ. അങ്ങനെ നല്ല കുറുന്നനെ നല്ല പാകത്തെ മധുരമൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി പായസം. അപ്പൊ ഈ പെരുന്നാൾക്ക് പായസം കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ ഇരിക്കണ ആ വിഷമം കണ്ട് മാറി കിട്ടിട്ടോ. എല്ലാവർക്കും പാകത്തിന് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അന്ന് 2-3 ഗ്ലാസ് പായസമൊക്കെ കുടിച്ചതുകൊണ്ട് പിന്നെ പാമ്പര മുണുങ്ങിയ മാതിരി ഒരു അവസ്ഥയാണ്. പിന്നെ വൈകുന്നേരത്ത് ചോറും വേണ്ട, ഒന്നും വേണ്ടാത്ത അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആ 3 ഗ്ലാസ് പായസത്തുമ്പോൾ അങ്ങോട്ട് സെറ്റാക്കി അന്നത്തെ ദിവസം. പിന്നെ ഞാൻ അന്ന് പിന്നെ വീഡിയോ ഒന്നും പിന്നെ ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിനിയത്. പെരുന്നാളിൻ്റെ പിറ്റേ ദിവസം. അപ്പം രാവിലെ തന്നെ ഉമ്മ പത്തിരി ഉണ്ടാക്കി, ഉമ്മ പത്തിരിയൊക്കെ പരത്തി റെഡിയാക്കി തന്നിക്കണം കേട്ടോ. അപ്പം ഇനി ചുട്ട് കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയത്. ഉമ്മാൻ്റെ മരവും വന്നതല്ലേ, അപ്പം ഉമ്മ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം കുഞ്ഞുട്ടി അന്ന് അവിടെ നിന്നിട്ടുണ്ടായിനി കേട്ടോ. കുഞ്ഞുട്ടി അധികം വീട്ടിൽ നിൽക്കൂല കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വരിക, എന്നെ കൊണ്ടുവന്നാക്കുക പോരുക, പരിപാടി ഉണ്ടെങ്കിലൊക്കെ നിൽക്കും, അല്ലാതെ എന്നെ കൊണ്ടേ ആക്കുക പോരുക അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെയാണ് നിന്നതായിനി കേട്ടോ. അപ്പോൾ പത്തിരിയും ഒക്കെയാണ് രാവിലെ ഉണ്ടാക്കിയത്.
പിന്നെ ഇതാ ഉച്ചക്ക് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ളത്. ഉച്ചക്ക് പിന്നെ വെറും ചോറും ബീഫ് വരട്ടും പിന്നെ മോരുകറിയും ഒക്കെ ഉണ്ടാക്കാൻ ഓരോന്നോരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോറും കറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ഇന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്നൊരു ആശയം വന്നത് കേട്ടോ. അപ്പൊ പിന്നെ എല്ലാവരും അന്ന് പോയാലോ എന്നുള്ളതായി കേട്ടോ. നമുക്ക് എല്ലാ പെരുന്നാൾക്കും എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ട്രിപ്പ് പോകലുണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഒന്ന് എൻജോയ് ചെയ്യാം, നമുക്കൊന്ന് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അതിൻ്റെ ഇടയ്ക്ക് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇന്നലെ അന്തിക്ക് നാത്തൂന് നല്ല മൈലാഞ്ചിടും. അപ്പോൾ ഓളെ കണ്ടപ്പോൾ ഓളെ പിടിച്ചിട്ട് ഒന്ന് മൈലാഞ്ചിട്ട് കൊണ്ടിറങ്ങാണ്ട് ഇന്ന ഉണക്ക കൈ ഞാൻ കാട്ടി കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഓൾ നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി കിട്ടാൻ നിൽക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇടും. ഇന്ന കൈമായതുകൊണ്ട് അത് അത്ര അങ്ങോട്ട് കാണില്ല എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു ഉച്ചയല്ല ഒരു രാവിലെ ആണ് കേട്ടോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായത്. പിന്നെ അപ്പം തന്നെ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്നുള്ളതിൽ പിന്നെ വേഗം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമൊക്കെ തീരുമാനിച്ചിട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. ചെറിയനാക്കും നമ്മൾ എങ്ങോട്ടും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അന്ന് ഈ പണിക്കാരെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ അന്ന് പെരുന്നാളിൻ്റെ അന്ന് പോയി പിറ്റേന്ന് രാവിലെ തന്നെ തിരിച്ചു പോരാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നിപ്പോൾ അങ്ങനെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ കുട്ടികൾക്ക് കുറച്ച് സമയം എൻജോയ് ചെയ്യാം. ഞമ്മക്കും എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ ഇതേമാതിരി പോകുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. കാരണം എപ്പോഴും ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ട്രിപ്പൊക്കെ ഒന്ന് പോകണം, നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ കിട്ടുന്ന അവസരങ്ങളൊക്കെ മുതലാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് അങ്ങനെ ഒരു ആലോചന വന്നതെന്ന്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തെടുത്ത് അങ്ങനെ പോരാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പിന്നെ വൈകുന്ന് ഞങ്ങൾ നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷമാണ് കേട്ടോ പോകുന്നത്. നമ്മൾ പോയത് എങ്ങോട്ടാന്ന് വെച്ചാലേ കരുവാരകുണ്ട് വെള്ളച്ചാട്ടം ഉണ്ടല്ലോ. നിങ്ങൾ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഫുട്ബോൾ തട്ടല് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വ്യൂ ലഭിച്ച വീഡിയോ ആയിരുന്നത്. അപ്പോൾ കേരളാകുണ്ട് വാട്ടർഫാൾസിൽ വന്നിട്ട് ആൾ പന്തൊക്കെ തട്ടി അങ്ങനെ വൈറലായി ആൾക്ക് ഗിന്നസ് റെക്കോർഡോ ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് അങ്ങോട്ട് ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എന്നാൽ അവിടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളിവിടെ വന്ന സമയത്ത് വരുന്ന വരെ വെയിലേന് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ മഴ പെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് പോപ്കോണൊക്കെ വാങ്ങി അവിടെ കുറച്ച് നേരം പോസ്റ്റായിട്ട് കുത്തിർന്നു കേട്ടോ. കാരണം നല്ല മഴ ചെയ്തുകൊണ്ട് നമ്മളടുത്താണെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങാനും പറ്റിയില്ല. ഒരു കുട പോലും എടുത്തതും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ കുറേ നേരം കരയിലിരുന്ന് അടങ്ങാണെന്ന് പറഞ്ഞ മാതിരി കുറേ സമയം അവിടെ അങ്ങനെ നിന്നു കേട്ടോ. നല്ല ഗ്രീനറി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ കാണാൻ. അടിപൊളി കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ വള്ളത്തിലിറങ്ങാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വള്ളത്തിലിറങ്ങാൻ അയക്കൂല എന്ന് പറഞ്ഞു. കാരണം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളം നല്ലപോലെ കുത്തി ഒലിച്ചിട്ടാണ് കേട്ടോ വരിക. അപ്പം അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് സമയം ആസ്വദിച്ച് കാണാൻ അവസരം കിട്ടിയാൽ മതി എന്നുള്ളത് കേട്ടോ. പക്ഷേ നല്ല മഴ ആയതുകൊണ്ട് കുട്ടികളെ തലയിലൊക്കെ ടവലും അതും ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് വിചാരിച്ച മായി എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ വരുന്നവർക്ക് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇവിടെ ഗൂഗിൾ പേ ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് പൈസ കയ്യിൽ തന്നെ കരുതി പോകുന്നോണ്ട്. പിന്നെ ടിക്കറ്റിന് 20 രൂപയുള്ളൂ കേട്ടോ, ഒരുപാട് പൈസയൊന്നുമില്ല. അപ്പം ടിക്കറ്റ് 20 രൂപ, ഒരാൾക്ക് 20 രൂപ കൊടുത്താൽ നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് പ്രകൃതി രമണീയമായിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഒന്ന് ഉണ്ട്. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. അപ്പോൾ 5 മണി വരെയാണ് തോന്നുന്നു കേട്ടോ അവിടെ. അത് ഞങ്ങൾ തന്നെ ഗൂഗിൾ പേ എല്ലായിട്ട് പെട്ടിട്ടുണ്ടായിന് കേട്ടോ. ഗൂഗിൾ പേ ഇല്ലാഞ്ഞിട്ട് പിന്നെ വേറൊരാൾക്ക് പൈസ കൊടുത്തിട്ട് ഗൂഗിൾ പേ ചെയ്തിട്ട് ആളേക്കൊന്ന് ക്യാഷ് വാങ്ങാനിട്ടോ ചെയ്തിട്ടുണ്ടായിനത്. അപ്പോൾ ATM കിട്ടണമെങ്കിലും കുറച്ച് അധികം അങ്ങോട്ട് പോവാണ്ടേനു. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിക്കാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോണ്ടിട്ടോ. അപ്പൊ ഓൻ അന്ന് പന്ത് തട്ടുന്ന വീഡിയോ ഒക്കെ കണ്ട് കാണാണ്ടല്ലേ നമ്മളിങ്ങോട്ട് വരുന്നത്. ഓന് വേനൽക്കാലത്താണ് തട്ടിയത്. അപ്പൊ അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ കുട്ടിയൊക്കെ ഇറങ്ങാനൊക്കെ പറ്റാത്തതിന്റെ ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ടായിട്ടോ. പക്ഷെ ഭയങ്കര കുത്തിയൊലിച്ചിട്ട് വെള്ളത്തിൽ ആരും ഇറക്കണില്ല കേട്ടോ. ഓല് അവിടെ പൂട്ടിട്ടിക്കാണ് ചെയ്തിട്ടുണ്ടായിന്. നമ്മളോട് അവിടേക്ക് ഇറങ്ങി പോകുമ്പോ തന്നെ ഓല് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റൂല, വെള്ളത്തിൽ ഇറങ്ങാൻ അയക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളധികം വെള്ളത്തിൽ ഇറങ്ങാനൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ, ചെറിയ മക്കളെ കയറ്റല്ലേ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാനൊക്കെ പറ്റും. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു കേട്ടോ.
അങ്ങനെ വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തതിന്റെ വിഷമം മക്കൾക്ക് നല്ലോണം ഉണ്ടായിനി ട്ടോ. പക്ഷെ ആ വിഷമം തീർക്കാൻ ഞങ്ങള് പിന്നെ എന്ത് ചെയ്തുന്നോ, കുറേ ഇങ്ങോട്ട് താഴത്തേക്ക് പോന്നിട്ട് അധികം വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലം ഉണ്ടായിനി ട്ടോ. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി മക്കൾക്ക് ഒരു പൂതിക്കൊന്ന് വെള്ളത്തിൽ ഇറങ്ങിയല്ലേ വേണ്ടത്. അപ്പൊ അധികം ആഴമൊന്നും ഇല്ല ട്ടോ. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു നമ്മള് നിന്നാൽ തന്നെ നെരിയാണിന്റെ അത്രയൊക്കെ വെള്ളമുള്ളൂ ട്ടോ ഈ ഒരു ഭാഗത്ത്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങിട്ടോ. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇങ്ങനെ വെള്ളം കൂടി കൂടി ഇങ്ങനെ വരേനി ട്ടോ. കാരണം മലക്ക് മഴ പെയ്താൽ മതിയല്ലോ വെള്ളം കൂടി വരാന്. അപ്പൊ അങ്ങനെ ആയപ്പോ പിന്നെ ഞങ്ങൾ കയറി പോന്നിട്ടുണ്ടേനി ട്ടോ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ പെരുന്നാളിന്റെ തലേന്നത്തതും അന്നത്തതും പിറ്റേന്നത്തതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ ട്ടോ. ഒരുപാട് ലെങ്ത് ആയില്ലേ വീഡിയോ. നിങ്ങൾക്ക് ബോറടിച്ചോ? ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ട്ടോ. അപ്പൊ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.